ഹലോ വാട്സപ്പ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, 3 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. പിന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ അതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് കല്ലുപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ഏകദേശം ഒരു പകുതി വേവാവുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്നൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എഗ്ഗ് മസാല. ഇത്രയും പൊടികൾ കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പേസ്റ്റാക്കിയ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരും എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ അതിലേക്ക് നന്നായി ഇറങ്ങി മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങി സവാളയ്ക്കൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തക്കാളി പേസ്റ്റാക്കിയെടുത്ത ആ ഒരു ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഞാൻ ഇതിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് അതിൻ്റെ ഉപ്പ് കൂടെ ഒന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു കറി നന്നായി തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ ഒരു സമയത്ത് മുട്ട പൊളിക്കാൻ തോട് പൊളിക്കാൻ വേണ്ടി എടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ മുട്ടയുടെ തോട് പൊളിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് നാടൻ മുട്ടയായിരുന്നു. അതുകൊണ്ട് അത് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ള ആ ഓടിലൊട്ടി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ദേഷ്യം പിടിപ്പിച്ചൊരു പരിപാടിയാണെങ്കിലും അവരത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾ റെഡിയാക്കി വന്നപ്പോഴേക്കും മുട്ടയുടെ പരുവന്തേ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്നാലും അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു മസാലയും ഉപ്പൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വരുന്ന സമയത്ത് ശ്രീകുട്ടി വന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളിയാണ് അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you.